നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്രമുത്തശ്ശി നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. ഞങ്ങളുടെ വളർച്ചയിൽ ആരും അവകാശങ്ങൾ ഉന്നയിക്കേണ്ടതില്ല, അതിലാരും പേടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസ് പ്രകടനങ്ങൾ നടത്തി, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയെന്ന് അവർ പറയുന്നു. നമ്മുടെ കൊച്ചു പത്രമുത്തശ്ശിയാണെങ്കിൽ ഒപ്പീനിയൻ പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒരു വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിനൊരു അധികം ആയുസില്ല. കാരണം നന്ദഗോവിന്ദൻ ഭജൻസ് ഇപ്പോൾ ഒരു നിശബ്ദതയിലേക്ക് പോയിട്ടുണ്ട്. ഒരു മറുഭാഗം ഇപ്പോൾ അതിനെ ഒരു കലക്കവെള്ളത്തിൽ നഞ്ച് കലക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ ചെയ്യുവാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഉത്തേജിതരാകാതിരിക്കേണ്ടത് മറുപക്ഷത്ത് ഈ സംഘികളെന്നവർ വിളിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസികളാണ്. കാരണം ഉത്തേജിതരായാൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ശാന്തമായ, സൗമ്യമായ, ശക്തമായ ഭാഷയിൽ പ്രകടിപ്പിക്കുക, അസഭ്യവർഷത്തിലേക്ക് പോകാതിരിക്കുക. അതാണ് ഇതിനുള്ള ഒരു പ്രതിവിധി, ആദ്യത്തെ കാര്യം. പക്ഷേ അതല്ല വിഷയം. നന്ദഗോവിന്ദം ഭജൻസ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടൊരു രോഗലക്ഷണമാണ്, രോഗമല്ല. കാരണം നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയുന്ന ആ ഭജന സംഘം രോഗലക്ഷണമാണെന്നല്ല പറഞ്ഞത്. അവർ ഈ അമ്പലപ്പറമ്പിൽ ക്രൈസ്തവ ഗാനം പാടിയതും ആ ക്ഷേത്ര കമ്മിറ്റി തന്നെ ഇപ്പോൾ അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നതും ഒരു രോഗലക്ഷണം മാത്രമാണ്, അതല്ല രോഗം. രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് മതേതരത്വമാണ്. ഈ മതേതരത്വത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മതേതരത്വം വളരെ ചില പ്രത്യേക രോഗങ്ങളെയൊക്കെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണിക്കാറുണ്ട്. ചില പ്രത്യേക വിഭാഗക്കാരെ മാത്രം പിടികൂടുന്ന രോഗങ്ങളായിട്ടുള്ളൊരു ഭാവന സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, നോവലുകളിലുമൊക്കെ അങ്ങനെ വരാറുണ്ട്. അത്തരത്തിലുള്ളൊരു രോഗമാണ് യഥാർത്ഥ ലോകത്തിലുള്ള സയൻസ് ഫിക്ഷൻ സിനിമയിലല്ലാതെ യഥാർത്ഥ ലോകത്തിൽ നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിൽ നിലനിൽക്കുന്ന, അതിലുമുപരിയായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു രോഗമാണ് ഈ മതേതരത്വം. ഈ മതേതരത്വം പിടികൂടുന്ന ഒരു ചില പ്രത്യേക വിഭാഗത്തെ മാത്രമാണ്. അതിൽ ആ വിഭാഗം ഹൈന്ദവ വിഭാഗമാണ്. കാരണം ഈ മതേതരത്വം എന്നുള്ള രോഗം വഹിച്ചുകൊണ്ട് നടക്കേണ്ടതും അത് പകർച്ചവ്യാധിയായി വരും തലമുറകളിലേക്ക് പകർത്തി കൊടുക്കേണ്ടതും ഹൈന്ദവൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ആ മതേതര രോഗം പരമ്പരാഗതമായി പകർന്നു കിട്ടിയതിൻ്റെ ഒരു ലക്ഷണ പ്രകടനം മാത്രമാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ കച്ചവട സാധ്യതകളെയും കച്ചവട കണ്ണുകളെയും ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം തീർച്ചയായിട്ടും ആ മതേതരത്വം എന്ന രോഗത്തിൻ്റെ ലക്ഷണം പുറത്ത് കാണിക്കുമ്പോൾ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്നും അതിലൂടെ നകാരാത്മകമായിട്ടുള്ളൊരു പ്രചാരം ലഭിക്കുമെന്നും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അംഗീകരിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അതിനെ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിക്കുകയോ ചെയ്താൽ അതിന് കൈയടിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ സമ്പന്നരായിട്ട് ഈന്തപ്പഴവും മറ്റ് സൗകര്യങ്ങളും പണവും ഒക്കെ നൽകുവാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമായിരിക്കും ഇത്തരം രോഗലക്ഷണങ്ങളുടെ പ്രകടമായ ഒരു പ്രദർശനം നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ വീണ്ടും പറയുന്നു, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഈ പ്രവൃത്തി രോഗമല്ല, രോഗലക്ഷണമാണ്. രോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മതേതരത്വം പേറി നടക്കുന്നത് കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഓർമ്മ എന്നുള്ളത് വളരെ ഹ്രസ്വകാലത്തേക്ക് മാത്രം പ്രവർത്തിക്കുന്നൊരു അവസ്ഥയിലേക്ക് ഈ രോഗം നമ്മളെ തള്ളിവിടുന്നുണ്ട്. ഈ രോഗം മാത്രമല്ല, മറ്റു പല രോഗങ്ങളും കൊണ്ട് ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം പ്രവർത്തികൾ ചെയ്യുവാനുള്ള മടി, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടോ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള പ്രവർത്തികളുടെ കാര്യമല്ല പറയുന്നത്, സമൂഹത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ എന്തെങ്കിലും കർമ്മമോ കടമയോ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുവാനുള്ളൊരു മടി, ഇതെല്ലാം വിവിധ രോഗങ്ങളായിട്ട് നമ്മളെ ബാധിച്ച് കിടക്കുന്നതുകൊണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് വരുന്ന എല്ലാ രോഗങ്ങളും ഹൈന്ദവ സമൂഹത്തിന് ബാധിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു വിഭാഗത്തെ. ചിലരതിനെ ആ രോഗത്തിൽ നിന്ന് മുക്തരായി പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്നവർ, ഹൈന്ദവ സമൂഹം എന്നും ഈ രോഗാവസ്ഥയിൽ തന്നെ ഉറങ്ങിയാലസരായി കിടക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നവർ, അവരസ്വസ്ഥരാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന പിന്തുണക്കാർ, ക്ഷേത്ര കമ്മിറ്റിക്കാരുൾപ്പെടെ. അവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഉള്ളുകള്ളികളിലേക്കൊന്ന് ചെന്ന് കഴിഞ്ഞാൽ, അത് ആന്തരിക പ്രവർത്തനങ്ങളിലേക്കൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ എഴുതി വെച്ച് തരാം, അന്തംഗമ്മികളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. ഒരാളുടെയെങ്കിലും, ആ പ്രദേശത്ത് പ്രമുഖനായിട്ടുള്ള ഒരാളുടെയെങ്കിലും. ക്രൈസ്തവ സഭ, ക്രിസ്ത്യാനികൾ ഇത് സംബന്ധിച്ച് നിശബ്ദരാണ്. ഇടയ്ക്കിടെ യേശുദാസിൻ്റെ പാട്ട് ഹരിവരാസനം ഇവിടെ പാടുന്നില്ലേ? ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി വന്ന് കൃഷ്ണനെ ഭജിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. ശബരിമലയിൽ യേശുദാസിൻ്റെ ഹരിവരാസനം പാടുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ വേളാങ്കണ്ണി പള്ളിയിൽ ഹരിവരാസനം യേശുദാസ് പാടിയതാണെന്ന് പറഞ്ഞവർ രാവിലെയും വൈകുന്നേരവും കേൾപ്പിക്കുമോ? ഇല്ല. അവിടെയാണ് ഈ പ്രശ്നം. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടതല്ല. ഇതെല്ലാം ഈ പറയുന്നവർക്ക്, ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഇതറിയാം. പക്ഷെ ഒരു
പുകമറ സൃഷ്ടിക്കുവാനുള്ള ചോദ്യങ്ങളാണ്. ഇവരൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, രോഗാവസ്ഥയിൽ കിടക്കുന്ന നമ്മളാണ്. അത് കാരണം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ മതേതരത്വം എന്നുള്ളൊരു ബാധ്യത, ഇതൊരു രോഗം നമ്മൾ പരമ്പരാഗതമായി വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഹൈന്ദവാചാരങ്ങളെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വളച്ചൊടിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം പലർക്കും നൽകുന്നു. അത് പലപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള പ്രമുഖരെ ഉപയോഗിച്ച് മറ്റ് വിഭാഗങ്ങൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ സദാ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല. ചരിത്രത്തിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി ആകുന്നതിന് മുൻപ് അതിനെ കന്യകാമേരിയാക്കുവാൻ ഒരു ശ്രമം നടക്കുകയും വിവേകാനന്ദ പാറയിൽ പോലും ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ബജ്രംഗദൾ പ്രവർത്തകർ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് രാത്രിക്ക് രാത്രി കടൽ ചാടി ഏതാണ്ട് 1/2 കിലോമീറ്ററോളം രാത്രിയിൽ നീന്തി ആ കുരിശിനെ എടുത്ത് കടലിൽ കളയുകയായിരുന്നു. അങ്ങനെയാണ് കന്യകാമേരിയാക്കുവാനുള്ള ശ്രമം അവസാനിച്ചതും കന്യാകുമാരിയായി തന്നെ തുടർന്നതും. നിലയ്ക്കലെ കുരിശിൻ്റെ കഥ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളുടെ മുൻഗാമികളോട് ചോദിച്ചു നോക്കൂ. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ നടത്തിയ പോരാട്ടങ്ങളുടെ കഥ അവിടെ പറഞ്ഞു തരും. അതിൻ്റെ പേരിൽ പക്ഷേ ആ പോരാട്ടങ്ങളുടെ കഥ പറയുന്നവരും ആ കുരിശ് പറിച്ച് കാട്ടിലേക്ക് എറിഞ്ഞു, നിലയ്ക്കൽ അവകാശ സ്ഥാപനത്തിനായി കൊണ്ട് സ്ഥാപിച്ച കുരിശ് പറിച്ച് കാട്ടിലേക്ക് എറിഞ്ഞു എന്നുള്ള പോരാട്ടത്തിൻ്റെ കഥ ആവേശോജ്വലമായി തന്നെ ചിലർ പറഞ്ഞു തരും, വിമർശനാത്മകമായി മറ്റു ചിലരും. പക്ഷേ അവർ പറയാത്തൊരു കാര്യം, ഈ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിഭാഗം എത്ര ഏക്കർ ഭൂമി കരുണാകരനോട് വിലപേശി മറ്റൊരിടത്ത് വാങ്ങി എന്നുള്ള കഥ അവർ പറഞ്ഞു തരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ, ആചാരങ്ങളുടെ വളച്ചൊടിക്കലുകൾ ഇവ നടത്തുമ്പോൾ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതിന് ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഈ രോഗലക്ഷണങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കുന്ന നന്ദഗോവിന്ദൻ ഭജൻസിന് അവരുടെ കച്ചവട സാധ്യതകളുണ്ട്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന വിഭാഗക്കാർക്ക് അവരുടെ കച്ചവട ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ, വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നിലയ്ക്കൽ കുരിശ് സ്ഥാപിച്ചാൽ അവിടെ പള്ളി വരില്ല എന്നുള്ളത് അതിൻ്റെ ഏതാണ്ടൊരു ധാരണ അവർക്കുണ്ട്. എന്നാലും എങ്ങാനും ബിരിയാണി കൊടുത്ത് അവിടെ ഒരു പള്ളി വന്നാൽ അതിൽ നിന്നും കച്ചവടം ഉണ്ടാക്കാം. അവിടെ അത്തരത്തിൽ കച്ചവടം ഉണ്ടാക്കുന്ന വേറൊരു കാര്യത്തിലേക്ക് വരാം. ഈ നിലയ്ക്കലിൻ്റെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അടുത്ത പ്രശ്നത്തിലേക്ക് വരാം. അതവർക്കറിയാമായിരുന്നു ഈ പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സമവായം എന്നുള്ള രീതിയിൽ ഏക്കർ കണക്കിന് ഭൂമി മറ്റൊരിടത്ത് എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇനി നിലയ്ക്കൽ പോലെ തന്നെ ഈ കൊണ്ട് സ്ഥാപിച്ചെടുത്ത് ഒരു ഐതിഹ്യം സൃഷ്ടിച്ച്, വ്യാജ ഐതിഹ്യം സൃഷ്ടിച്ച് വാവരെ കച്ചവടം ചെയ്തെടുത്തു. ഇപ്പോൾ വാവര് മാത്രമല്ല, വെളുത്തച്ഛനെയും കൂടി നമ്മൾ താങ്ങണമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ആധുനിക ചരിത്രകാരനായ ശ്രീ ആരിഫ് ഹുസൈൻ ജിഹാദികളുടെ കൂട്ടിക്കൊടുപ്പുകാരനെന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ വെളുത്തച്ഛനെയും കൂടി വാവരുടെ അടുത്ത് കൊണ്ടുവയ്ക്കണം. വാവരുടെ അടുത്ത് കൊണ്ടുവച്ചാൽ കയ്യും കാലും അവർ വെട്ടും വിരുദ്ധ ദിശയിൽ. അയ്യപ്പൻ്റെ അടുത്ത് കുറച്ചും കൂടി അടുത്ത് കൊണ്ട് വെളുത്തച്ഛനെയും കൂടി കൊണ്ടുവച്ചാൽ നന്നായിരിക്കും. വാവർ, വെളുത്തച്ഛൻ, അയ്യപ്പൻ, ഹായ്, എന്ത് നല്ല ഒരു കേൾക്കാനൊരു സുഖമുള്ള ഇമ്പമുള്ള ഒരു മതേതര മുദ്രാവാക്യമായിരിക്കും. വാവർക്കും ജയ്, വെളുത്തച്ഛനും ജയ്, അയ്യപ്പന് ജയ്യോട് ജയ്. ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കും പ്രചരണം. അതും ഒരു ഐതിഹ്യമാക്കി ഇനി ഭാവിയിൽ കൊണ്ടുവരുമോ എന്നറിയില്ല. കാരണം മോൻസന്റെ ചെമ്പോല കൊണ്ട് ശബരിമലയുടെ ഐതിഹ്യത്തിലൊരു പുനർവായന നടത്തുവാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചതാണ്. അക്കാലത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് തട്ടമണിഞ്ഞ മതാചാരങ്ങളുടെ വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന് മുറവിളി കൂട്ടിയ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും നാം തെരുവിൽ കണ്ടു. അല്ലെങ്കിൽ പള്ളികളിൽ പ്രവേശനാനുവാദമില്ലാത്ത ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന മനുഷ്യചങ്ങലയിൽ ഭാഗഭാക്കായി പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുന്നത് നാം കണ്ടതാണ്. ഇവിടെയും പ്രശ്നം ഈ വളച്ചൊടിക്കലാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾക്ക് അവർ മുതിരുന്നത്? കാരണം വാവർ നല്ല ലാഭമുള്ള കച്ചവടമാണ്. വാപുരൻ എന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ മഹിഷിയുമായി അയ്യപ്പൻ യുദ്ധം ചെയ്യുമ്പോൾ അയ്യപ്പൻ്റെ സഹായത്തിനായി മഹിഷിയുടെ അസുരഗണങ്ങളെ നശിപ്പിക്കുവാനായി അയച്ച സഹായമൂർത്തി, അതായത് തൻ്റെ തന്നെ അംശമായ സഹായമൂർത്തി വാപുരൻ ഇപ്പോൾ എവിടെ പോയി? വാപുരനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞതുപോലെ വാപുരനെക്കുറിച്ച് ഇപ്പോൾ മിണ്ടാൻ പാടില്ല. വാപുരൻ വാവറാണ്. കലികാലത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ കലിയുഗ വരദനും 1400 വർഷം മുമ്പുണ്ടായൊരു മതത്തിൽ വിശ്വസിക്കുന്ന വാവരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ കോടതിയിലെ ജഡ്ജിമാർ പോലും അയ്യപ്പൻ്റെ മനസ്സിലാണ് വാവരിയ്ക്കുന്നതെന്ന് ആത്മരോഷത്തോടുകൂടി നമ്മുടെ TG മോഹൻദാസ് സാറിനോട് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസിൻ്റെ പശ്ചാത്തലത്തിൽ കേസ് മാറ്റിവെക്കുവാനായി എടുത്തപ്പോൾ രോഷത്തോടെ പറഞ്ഞിട്ടുണ്ട്. TG മോഹൻദാസ് സാറിൻ്റെ അഭിഭാഷകൻ അങ്ങനെയല്ല, അതിനൊരു ഐതിഹ്യമായ തെളിവൊന്നുമില്ല, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കേസ് മാറ്റി വെച്ചിരിക്കുന്നു, ഇതുവരെ എടുത്തിട്ടില്ല. TG മോഹൻദാസ് സാറ് തന്നെ പൊതുമണ്ഡലത്തിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തന്നെ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖങ്ങളിൽ പലപ്പോഴും അദ്ദേഹം ഈ കാര്യം പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു മതേതരത്വം,
വിഭാഗം പേറിക്കൊണ്ട് ഒരു രോഗമായി പേറിക്കൊണ്ട് നടക്കുന്നതും അതിനെ ദുരുപയോഗം ചെയ്ത് ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ന്യായാധിപന്മാർ പോലും ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഒരുപക്ഷെ വിധേയരാകുന്നതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പിന്നിൽ കാണാം. അങ്ങനെ ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധാരണയ്ക്ക് ആത്മാർത്ഥമായി തന്നെ അദ്ദേഹം അത് വിശ്വസിക്കുന്നുണ്ടാകും. അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ അയ്യപ്പനും വാവരും മച്ച ദോസ്തുക്കളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവാം ആത്മാർത്ഥമായിട്ട് തന്നെ. അതാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രശ്നം. രോഗത്തിൻ്റെ ഒരു പ്രശ്നം. ഇത്തരത്തിലുള്ള ധാരണകൾ നിഷ്കളങ്കരായ ഹൈന്ദവ സമൂഹത്തിൽ, അത് എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും എത്ര ലോകപരിചയമുള്ളവരാണെങ്കിലും അവരുടെ ഉള്ളിൽ ഈ വിശ്വാസം ഊട്ടിയുറപ്പിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഈ ഐതിഹ്യം തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും ചെയ്യട്ടെ, അവിടെ ഒരു പള്ളി വന്നെന്ന് പറഞ്ഞ് നമുക്കെന്താ എന്ന് നമ്മുടെ മുൻഗാമികൾ ചാരികസേരയിൽ ഈ രോഗബാധിതരായി, മതേതരത്വം എന്ന രോഗബാധിതരായി ചാരിക്കിടന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റൊരു രോഗലക്ഷണം ഞാൻ പറഞ്ഞല്ലോ, ചാരികസേരയിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള മടി. ഇനി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതൊക്കെ അവന്മാരെന്തെങ്കിലും ചെയ്യട്ടെ, അവന്മാർ ഭ്രാന്തന്മാരാ എന്നുള്ളൊരു ഒഴിവുകഴിവ്, സ്വയം പറയുന്ന ഒഴിവുകഴിവാണ് ഇത്. സമൂഹത്തോട് പറയുന്ന ഒഴിവുകഴിവല്ല. ഞാൻ എന്തുകൊണ്ട് പോയില്ല, എനിക്കെന്ന് നടുവ് വെട്ടിയിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ അതിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിലവാരത്താഴ്ച, അവരുടെ നിലവാരം എന്താണ്, നമ്മുടെ നിലവാരം എന്താണ്, ഇതൊക്കെ സ്വയം പറഞ്ഞ് ആശ്വസിക്കാമെന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവില്ല. ഇനി പലപ്പോഴും മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമായി കേരളം ഉയർത്തിക്കാണിക്കുന്ന, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്തെ പാളയത്ത് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം, തൊട്ടടുത്തുള്ള മുസ്ലിം മസ്ജിദ്, അതിന് നേരെ ഒരു നേർരേഖയിലല്ല, ഏതാണ്ടൊരു ചെരിഞ്ഞ രേഖയിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ പള്ളി. ഇത് മതേതരത്വത്തിൻ്റെ നേർക്കാഴ്ചയാണ്. കേരളം, ഇതാണ് കേരളം, റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ മതേതരത്വം എന്ന രോഗത്തെ മുതലെടുത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നൊരു ബിംബമായിരുന്നു ഇത്. ഈ അടുത്ത കാലത്താണ് അത് സംബന്ധിച്ച സത്യാവസ്ഥകൾ പുറത്തു വന്നത്. ഏതാണ്ട് 93 സെൻറ്റ് ഭൂമിയിൽ നിലനിന്നിരുന്ന ഗണപതി ക്ഷേത്രം ഇപ്പോൾ ഏതാണ്ട് 5 or 7 സെൻറ്റിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ഭൂമിയെല്ലാം കയ്യേറിപ്പോയി. അത് കയ്യേറിപ്പോയത് ആരാണ് എന്നുള്ളത്, സമാധാനക്കാരാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അത് സംബന്ധിച്ച കേസുകൾ പല ഘട്ടങ്ങളിലായി പല കോടതികളിൽ നടക്കുന്നുണ്ട്. പക്ഷേ മതേതരത്വത്തിൻ്റെ പേരിൽ അവിടെ സംഭവിച്ചതും, കന്യകാമേരി എന്നുള്ള കുരിശ് സ്ഥാപനത്തിൽ സംഭവിച്ചതും, നിലയ്ക്കൽ സംഭവിച്ചതും, ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഈ രോഗലക്ഷണ പ്രകടനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ഹൈന്ദവ സമൂഹം ഒരു രോഗാവസ്ഥയിൽ മയങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. ആ രോഗാവസ്ഥയുടെ കച്ചവട സാധ്യതകൾ തിരിച്ചറിഞ്ഞ രാഹുൽ ഈശ്വറിനെ പോലുള്ള, ആരിഫ് ഹുസൈൻ്റെ ഭാഷയിലുള്ള ജിഹാദികളുടെ കൂട്ടിക്കൊടുപ്പുകാരും, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പോലുള്ള നാളെ ഒരുപക്ഷെ കർത്തൃ സങ്കീർത്തനം ആക്കാനുള്ള പദ്ധതി ഉള്ളിലുള്ള കച്ചവടക്കാരും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. കർത്തൃകുന്തിരിക്കം സങ്കീർത്തനം എന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പള്ളികളിൽ അവസരം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവരതിനുള്ളൊരു ലക്ഷ്യത്തിലേക്കായിരിക്കാം പോയിരിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള, സമീപകാലത്തുള്ള ഒരു പദങ്ങളൊന്ന് പരിശോധിച്ചാൽ കർത്തൃകുന്തിരിക്കം സങ്കീർത്തനംസിന് പകരം മറ്റൊരു ദഫുമുട്ടാക്കാനുള്ളൊരു സാധ്യത അതിൽ തെളിഞ്ഞു കിടക്കും. കാരണം UAE, ഖത്തർ തുടങ്ങിയ ഈ പറയുന്ന പോലെ ഈന്തപ്പഴവും മറ്റ് സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് സാംസ്കാരിക നായകന്മാരെയും പ്രശസ്തരെയും വശത്താക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ രീതിയിലുള്ളവരാണ് ഇവരെ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ തോന്നത്തക്ക രീതിയിലുള്ള ഒരു യാത്രാപഥമാണ് ഇവരുടെ കഴിഞ്ഞ കുറേ പരിപാടികളായിട്ട് നടക്കുന്നത്. ആരോപണമായിട്ട് പറയുകയല്ല, ഒരു സംശയം പറയുകയാണ്. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? ഇതിൽ രാഷ്ട്രീയം കണ്ടത് ഒരിക്കലും സംഘപരിവാറിൻ്റെ മേലേക്കാണല്ലോ ആരോപണം വരുന്നത്. സംഘപരിവാറിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് അത് സത്യമല്ലേ എന്ന് സാധാരണ പ്രേക്ഷകർ ആലോചിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക. നന്ദഗോവിന്ദം ഭജൻസ് പ്രശസ്തിയിലേക്ക് ഉയർന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ അവരിൽ ഒരു രാഷ്ട്രീയ ചായ്വ് ആരോപിച്ചതോ അല്ലെങ്കിൽ അവരുടെ മേൽ എന്തെങ്കിലും അവകാശം ഉന്നയിച്ചതോ സംഘപരിവാറുകാരല്ല. ഒരിക്കലും വേടനെ ഉയർത്തിക്കൊണ്ട് നടക്കുകയും ചെയ്തിട്ടില്ല. നന്ദഗോവിന്ദൻ ഭജൻസിനെ RSSൻ്റെ ഒരു വേദികളിലേക്കും അവരെ കൃത്യമായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തി വേടന് കൊടുത്തതുപോലെ പുരസ്കാരങ്ങളും ഒക്കെ കൊടുത്ത് നന്ദഗോവിന്ദൻ ഭജൻസിലെ പിള്ളേരുടെ കല്യാണം നടത്തുവാനായിട്ട് RSSൻ്റെ മോഹൻ ഭാഗവതോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രാന്ത പ്രചാരകോ ഒന്നും മുൻകൈ എടുത്ത് നിന്ന് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവർക്ക് നേരെ ഉണ്ടായപ്പോൾ വ്യക്തിപരമായി RSS നേതാക്കൾ അതിനെ എതിർത്ത് ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും ഇട്ടു എന്നുള്ളതല്ലാതെ, അതായത് നന്ദഗോവിന്ദം ഭജൻസ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഒരു
ത്തിനുള്ള ഉപകരണമായി മാറുകയാണ് എന്നുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ജിഹാദി ആവാസ വ്യവസ്ഥ ഉയർത്തിയപ്പോൾ അതിനെതിരെ വ്യക്തിപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ നന്ദഗോവിന്ദൻ ഭജൻസിന് ഞങ്ങൾ സംരക്ഷണം ഒരുക്കുമെന്നുള്ള DYFIയുടെ ഒരു പ്രഹസനമൊന്നും RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ ഛായ നൽകിയത് മറുപക്ഷം തന്നെയാണ്, കമ്മി ജിഹാദി ആവാസ വ്യവസ്ഥ തന്നെയാണ്. അതിൻ്റെ പിന്നിൽ അവിരമിച്ചിരുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ ചിലരുമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ താല്പര്യപ്രകാരം കോൺഗ്രസിനൊപ്പമോ ജിഹാദികൾക്കൊപ്പമോ നിൽക്കുന്ന, രാഷ്ട്രീയ താല്പര്യപ്രകാരമോ മറ്റെന്തെങ്കിലും താല്പര്യപ്രകാരമോ നിൽക്കുന്നവരുണ്ട്. RSS വേടനെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടു നടന്നതുപോലെ നന്ദഗോവിന്ദൻ ഭജൻസിനെ കൊണ്ടു നടന്നിട്ടില്ല. തീർച്ചയായിട്ടും RSS അനുഭാവികളുടെ വലിയൊരു വിഭാഗം നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ കേൾവിക്കാരായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് മോഹൻ ഭാഗവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, നാഗ്പൂരിൽ നിന്ന് വന്ന നിർദ്ദേശപ്രകാരം നന്ദഗോവിന്ദൻ ഭജൻസിനെ കേൾക്കുവാൻ പോകുന്നതല്ല. നാഗഭൂഷിത പദങ്ങളും എന്നുള്ള അവരുടെ അതുപോലുള്ള അവരുടെ ഭജൻസ് ഇഷ്ടപ്പെട്ട് കേൾക്കുവാൻ പോകുന്നതാണ്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും എനിക്കുണ്ടേലെന്ന എനിക്കില്ലേലെന്ന എന്നെ കർത്താവ് നോക്കിക്കൊള്ളുമല്ല. അത്തരത്തിലുള്ള സിനിമാ ഗാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗാനമേളയ്ക്ക് പാടേണ്ടത്ര ഗാനങ്ങളോ എല്ലാം കേൾക്കുവാൻ ഇഷ്ടമുള്ള സദസ്സുകൾ ഉണ്ടാകും. പക്ഷെ ക്ഷേത്രപ്പറമ്പുകളിൽ വരുന്നവർ തീർച്ചയായും അത് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല. പക്ഷേ ഇത് സ്ഥിരമായിട്ട് പാടുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗഭൂഷിത പദങ്ങൾ കേൾക്കുവാൻ ഇഷ്ടമുള്ളവർ അവിടെ കേൾവിക്കാരായി വരുന്നത് കുറയുകയും ഈ പൂരമ്പടയുടെ ചെമ്പട കൊട്ടിക്കേറും യേശു എന്നുള്ള രീതിയിലുള്ള പാരഡികൾ കേൾക്കുവാൻ താല്പര്യമുള്ളവർ അമ്പലപ്പറമ്പിലേക്ക് വരികയും ചെയ്യും. അടുത്തതുണ്ടാകുന്നത് എന്തായിരിക്കും? ഒരുപക്ഷെ നാളെ ക്ഷേത്രാങ്കണത്തിലേക്ക് അവർ കടന്നു കയറിയിരിക്കുക. മറ്റന്നാൾ ഗുരുവായൂരപ്പനെ പോലും മതേതരമാക്കണം, അവിടെ എല്ലാ മതസ്ഥർക്കും പ്രവേശനം അനുവദിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഗുരുവായൂരമ്പല നടയിലോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ തിരുസന്നിധിയിലോ ആരെങ്കിലും വന്ന് മുട്ടിപ്പായിൽ നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പരമകാരുണ്യവാനായ പിതാവേ എന്ന് പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ നിസ്കരിച്ചേക്കാം. അതും മതേതരത്വത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാലം വരും. അതിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുകയും, മതേതരത്വം എന്ന രോഗം പൂർണ്ണമായി ഉള്ളിൽ നിന്ന് പറിച്ച് കളയുവാൻ നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ ചുരുങ്ങിയതൊരു കാര്യം ചെയ്യുക. ഈ മതേതരത്വം എന്നുള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഗുരുവായൂരപ്പനെ മാമോദിസ മുക്കുവാനുള്ള ലൈസൻസ് അല്ല. അത് നൽകുന്നതിനല്ല ഈ മതേതരത്വം എന്ന് പറയുന്നത്. അത്രയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഹൈന്ദവ സമൂഹം എന്ന് മനസ്സിലാക്കുന്നു, അന്നേ ഈ രോഗലക്ഷണങ്ങളുടെ പരസ്യ പ്രകടനങ്ങൾ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, നന്ദഗോവിന്ദൻ ഭജൻസ് രോഗമല്ല, അതൊരു രോഗലക്ഷണം മാത്രമാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.